Good morning, everyone. Prayer. O God Almighty, behold us, your loving children, offering you today our words and studies. Help us, dear Lord, to be obedient to our teachers, to be kind to our classmates, and to be delight in our studies. May you always grant us courage to follow your way. Amen. Good morning, all. Good Good morning, morning, ma'am. ma'am. Okay. Signing and thought of the day. A very good morning to all. It's a true pleasure to welcome you all here today. Welcome Aparna ma'am for today's class, and I welcome you all to this session. Thank you. Have a great day. Good morning, all. I am Afila. Thought of the day. Thought of the day. Small steps every day lead to big changes. ചെറിയ ശ്രമങ്ങൾ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നു. Thank you, ma'am. Thank you all. Okay, thank you all. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷനാണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? Movements. മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? Okay. പേജ് നമ്പർ 142 ആണ് കേട്ടോ. ഓക്കെ, മൂവ്മെന്റ്സ് ഫസ്റ്റ് എവിടെ വരെ എടുത്തു? ഫസ്റ്റ് പാരഗ്രാഫ്, Second സെക്കൻഡ് paragraph പാരഗ്രാഫ്? എടുത്തു. Third paragraph കൂടി എടുക്കണം. ഓക്കെ, നമുക്ക് മൂവ്മെന്റ്സ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ മൂവ്മെന്റ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഉള്ള കുട്ടികളിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അവരുടെ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് കൂടുതലായിരിക്കും. സോ മൂവ്മെന്റ്സും നമ്മുടെ ഡെവലപ്മെന്റും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ മൂവ്മെന്റ്സ് കാര്യങ്ങളുള്ള കുട്ടികളിൽ നല്ല രീതിയിലുള്ള മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാൻ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് സ്പോർട്സിലൊക്കെ എൻഗേജ് ചെയ്യുന്ന കുട്ടികള്, അതേപോലെ തന്നെ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരിൽ മൂവ്മെന്റ്സ് കൂടുതലാണ്. സോ അവരിൽ നല്ല എന്തുണ്ടാവും? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കാണും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്രയും വരെ അല്ലേ പറഞ്ഞുള്ളൂ? സോ നമ്മൾ ഇത് നോക്കുന്നത് ഓക്കെ, the true purpose of movement is to give the end of the existence that the development of the mind. ഇത് പറയാണ് ഏറ്റവും ട്രൂ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ്സിന്റെ അത് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് ആണ്. നമുക്ക് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത് ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? നോർമലൈസേഷൻ പറയുന്ന ചാപ്റ്റർ എടുത്ത സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കോൺസെൻട്രേഷൻ, അതേപോലെ ഡിസിപ്ലിൻ, ഒബീഡിയൻസ് പോലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ആകുന്നതെന്ന് പറഞ്ഞു. സോ ഹൗ അതെങ്ങനെയാണ്? മൂവ്മെന്റ്സിലൂടെയാണ്. ഓരോ വർക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ആ മൂവ്മെന്റ്സ് കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാനസിക വളർച്ച സംഭവിക്കുന്നത്. മെന്റൽ ഡെവലപ്മെന്റ് മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്സ്. നമ്മളുടെ മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ്സ് ആയിട്ട് connected ആണ്. All movements have the most tricky and delicate machinery. നമ്മുടെ മൂവ്മെന്റ്സ് റിലേറ്റഡ് ടു എല്ലാ മൂവ്മെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ചെങ്കിൽ അവൻ നമ്മൾ പറയില്ലേ, കമന്ന് വീണോ, മുട്ടിലെഴഞ്ഞോ, നടന്നു തുടങ്ങിയോ, ഓടി തുടങ്ങിയോ എന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കാരണം അവന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം 1.5 വയസ്സിന് ശേഷം കുട്ടി നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മള് ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ നമ്മളതൊന്നും കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. കാരണം എന്താണ്? മൂവ്മെന്റ്സും ഒരു കുട്ടിയുടെ ഗ്രോത്തും തമ്മിൽ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. നമുക്ക് ജനിക്കുമ്പോൾ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടോ? ജനിക്കുമ്പോണ്ടോ? ഉണ്ട്. എന്നാലും അത്ര വലുതായിട്ട് മൂവ്മെന്റ്സ് ഉണ്ടോ?
ഒത്തിരി മൂവ്മെന്റ്സ് ഉണ്ട്. നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? സാധാരണ നമ്മൾ കമ്പയർ ടു അതർ ആനിമൽസ്, മനുഷ്യരെ മറ്റു ആനിമൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യും അല്ലെ? നമ്മള് കുഞ്ഞു പശുവിന്റെ ഒക്കെ ആണെങ്കിലും നമ്മളെങ്ങനെയാണ് അവര് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് നിൽക്കും അല്ലെ? രണ്ട് പശുവിന്റെ അമ്മ എന്ത് ചെയ്യും? രണ്ട് തൊഴിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് നിന്നോളും. പക്ഷെ നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെ പറ്റില്ല. കാരണം എന്താണ്? അവർക്ക് പതിയെ പതിയെയാണ് ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. കാരണം ഓരോ വർക്കിലൂടെയും പതിയെ പതിയെയാണ് അവരുടെ ഡെവലപ്മെന്റും ആ കൺട്രോൾ ആൻഡ് കോർഡിനേഷനും നമ്മുടെ എന്താ പറയുക, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡ്സ് പഠിച്ചില്ലേ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ നമ്മൾ കുറച്ച് ട്രെൻഡുകൾ പഠിച്ചു തോന്നുന്നുണ്ടോ? ട്രെൻഡ്സ് ഹെഡ് ടു ഫുൾ ട്രെൻഡ് പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മുടെ ആദ്യം ഡെവലപ്പ് ആവുന്ന റീജിയൻ ആണ് ഹെഡ് റീജിയൻ. ദെൻ പിന്നീടാണ് നമ്മുടെ ഫുട്ടിലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അതേപോലെയാണ് പതിയെ പതിയെയാണ് നമ്മൾ ഈ മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. ബട്ട് in man none of it is settled at birth. ഈ മൂവ്മെന്റ്സ് ഒന്നും ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് സെറ്റിൽഡ് അല്ല. It has to be formed perfectly by the child activities in the world. കുട്ടി ഈ വേൾഡ് ആയിട്ട് മിങ്കിൾ ആവുന്നതിനനുസരിച്ച്, അവൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ മൂവ്മെന്റ്സ് സെറ്റിൽ ആകുന്നത്. മൂവ്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ നാച്ചുറൽ ഫങ്ഷൻസ് ഓഫ് ചൈൽഡ്ഹുഡ്. മൂവ്മെന്റ്സും ആക്ടിവിറ്റിയും എങ്ങനെയാണ്? ചൈൽഡ്ഹുഡിൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ലേണിംഗ് കംസ് ത്രൂ ദം. ഈ മൂവ്മെന്റ്സിലൂടെയാണ് നമുക്ക് ലേണിങ്ങും കാര്യങ്ങളും വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ എന്ത് കാര്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? വായിൽ വയ്ക്കും അല്ലെ? അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, ബൈറ്റ് ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും എന്ത് കാര്യവും അവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ലേണിംഗ് കംസ് ത്രൂ. എല്ലാ കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലേൺ ചെയ്യുന്നത്. Activities become more and more important to the development. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുക, ഓരോ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹൈലി ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. It is movements that start the intellect working. ഒരു മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്ത് തുടങ്ങും. The child coordinates its own movements. ഒരു കുട്ടിക്ക് അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അത് അവരെ പോസിബിൾ ആക്കും. The record the emotional experience in coming into contact with the external world. അതേപോലെ നമ്മൾ മിക്ക കാര്യങ്ങൾക്കും നമുക്ക് ഇമോഷൻസും കാര്യങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നതും മൂവ്മെന്റ്സിലൂടെയാണ്. സോ ഒരു കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ ക്ലോസ്ലി എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ഇനി കുട്ടികളിൽ മൂവ്മെന്റ്സ് ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ കുട്ടികളിൽ മൂവ്മെന്റ്സ് സംഭവിക്കാന്നുള്ളത്. ആകസ്മികമായിട്ടാണ് മൂവ്മെന്റ്സ് സംഭവിക്കുന്നത്. The movements in
The moments the child obtain are not chosen happensly but are fixed. നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, ഇന്ന ഏജിൽ ഇന്ന മൊമെന്റ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല, അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. 1 വയസ്സിനുള്ളിൽ കുട്ടികൾ നടന്നു തുടങ്ങും എന്ന് നമുക്കറിയാം. ആ ഒരു ഏജിൽ ആ ഒരു മൊമെന്റ് സംഭവിക്കണം. അതേപോലെ ഒരു 3 മാസം ആകുമ്പോഴേക്കും കുട്ടിയുടെ തല ഉറയ്ക്കണം, മുത്തിൽ എഴുതി തുടങ്ങണം, നടന്നു തുടങ്ങണം. അതെല്ലാം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഈച്ച് പ്രൊസീഡ് ഔട്ട് ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഓരോ പീരീഡിനനുസരിച്ച് ഈ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളും വരണം എന്നുള്ളത് നോർമൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. When the child begins to move, his mind able to absorb. ഒരു കുട്ടി മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് മുതൽ അവന്റെ മനസ്സ് അല്ലെങ്കിൽ അവന്റെ മൈൻഡ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങും, അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അവർ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിലേക്ക് അത് അബ്സോർബ് ചെയ്യും. When the child begins to move, his mind able to absorb has already taken in his surrounding. അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവൻ അവന്റെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. He directed by a cryptic power, great and wonderful, that he is manifested little by little. അപ്പൊ ഈ കുട്ടികൾക്ക് ഒരു ക്രിപ്റ്റിക് ആയിട്ടുള്ള പവർ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഔട്ടർ വേൾഡ് അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാനും അവർക്കൊരു പതിയെ അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങും. ഇൻ ദിസ് വേ, ഈ വഴി ഇതിലൂടെയാണ് ഒരു കുട്ടി ഹി ബിക്കേം എ മാൻ വെച്ചാൽ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത്. ജനിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ഈ മൂവ്മെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. അവർക്ക് എന്താണ് മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുന്നത്. He does it with his ഹാൻഡ്. കുട്ടികളുടെ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ ഹാൻഡ് മൂവ്മെന്റിലൂടെയാണ് ചെയ്യുന്നത്. ബൈ എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ കുട്ടികൾ പറയണം ചൂടുള്ളതാണ് തൊട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടി തൊട്ട് നോക്കും. അവർ എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ, എന്ത് കാര്യവും എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ തന്നെ എന്താണ് ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ട് അല്ലെ, നിങ്ങൾ ടച്ച് ടാബ്ലറ്റ്സ് കണ്ടിട്ടില്ലേ? ടീച്ചിങ് പ്രാക്ടീസിന് വന്ന സമയത്ത് അതിൽ വന്നിട്ടുണ്ടായിരുന്നോ? എന്നാ അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട് നമുക്ക്, ഓർമ്മയുണ്ടല്ലോ ടച്ച് ടാബ്ലറ്റ്സ്. ഓക്കെ, ആ ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ചെയ്ത വേയാണ്. അത് ടച്ച് ചെയ്ത് നോക്കി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഫസ്റ്റ് ഇൻ എ പ്ലേ ദെൻ ത്രൂ വർക്ക്. കുട്ടികൾ ആദ്യം അത് വെച്ച് കളിക്കും, പിന്നീട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ദ ഹാൻഡ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ദ മാൻസ് ഇന്റലിജൻസ്. ഒരു വ്യക്തിയുടെ ഇന്റലിജൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ഹാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻഡ് മൂവ്മെന്റ്, ഹാൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. അപ്പൊ ഹി മെയ്ഡ് ഹിസ് മൈൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് till it became enhanced of memory. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പതിയെ അത് മനസ്സിലാക്കി അതായത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. The power to understand and the capacity to think. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പവറും ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്യാനുള്ള പവറും, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ മാത്രം മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് എന്താകുന്നത്, പോസിബിൾ ആകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹ്യൂമൻ നമ്മുടെ മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ കൈകൾ എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും ചെയ്യുന്നതും എല്ലാം എങ്ങനെയാണ്, ഈ ഹാൻഡിലൂടെയാണ്. എന്ത് കാര്യവും ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളുടെ ഹാൻഡിലൂടെയാണ്. ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ചുറ്റുപാടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, ചുറ്റുപാട് മനസ്സിലാക്കാനായിട്ട് വളരെയധികം എന്ത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഹാൻഡ്സ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The human hand allows the mind to reveal itself. നമ്മളുടെ ഹാൻഡ് ആണ് നമ്മളെ മനസ്സിൽ റിവീൽ ചെയ്യും, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. It enables the whole world into enter into a special relationship with the environment. നമ്മള് ഇപ്പോ എന്താണ് വെള്ളമായാലും മണ്ണായാലും എന്ത് കാര്യം നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയ കുഞ്ഞുങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ത്രൂ നമ്മുടെ ഹാൻഡിലൂടെ മാത്രമാണ് ഈ കാര്യം പോസിബിൾ ആകുന്നത്. His hand under the guidance of his intelligence transforms this environment and thus enable him to fulfill his mission in the world. അപ്പൊ നമുക്ക് ത്രൂ ഹാൻഡിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ടച്ച് ചെയ്ത് നോക്കുന്നതും ഫീൽ ചെയ്യുന്നതെല്ലാം നമ്മൾ എങ്ങനെയാണ്, ഹാൻഡിലൂടെ മാത്രമാണ്. അപ്പൊ നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇതിന് നമ്മളുടെ
നോർമലൈസേഷൻ പ്രോസസ്സിൽ. സോ നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സും ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെയധികം എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേഷൻ ഓഫ് ദ മൂവ്മെന്റ് ഇസ് വെരി കോംപ്ലക്സ്. മൂവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു തരാ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് മൂവ്മെന്റ്സ് ഇങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ. അത് വെച്ചാൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ മൂവ്മെന്റ്സും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആസിക്സ് മസ്റ്റ് കോയിൻസിഡൻസ് വിത്ത് ഓൾ കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ്. എന്നാൽ എല്ലാ മൂവ്മെന്റ്സും കോർഡിനേറ്റ് ചെയ്ത് പോകുക എന്നത് നമ്മളുടെ ബ്രെയിൻ നമുക്ക് ചെയ്യുന്ന, നമ്മളുടെ ബ്രെയിൻ നമ്മുടെ എല്ലാ മൂവ്മെന്റ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. Which the child has to interact in his physiological organism. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, മൂവ്മെന്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ഓർഗാനിസത്തിന്റെ മൂവ്മെന്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ, മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുള്ളൂ. ഈ മൂവ്മെന്റ്സിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞില്ലേ, ഡാൻസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇതിലെല്ലാം പങ്കെടുക്കുന്ന കുട്ടികളിൽ നല്ല രീതിയിലുള്ള മെന്റൽ ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അതൊന്നും ചെയ്യേണ്ട, വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കണം അങ്ങനെ പറയരുത്. കുട്ടികൾ വർക്ക് ചെയ്യുന്നത് അത്രയും നമ്മൾ എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ എത്ര വായിച്ച് പഠിച്ചാലും, നിങ്ങളോട് പറയാണ്, നമ്മൾ എത്ര വായിച്ച് പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കത് മനസ്സിലിരിക്കണമെന്നില്ല. പക്ഷെ ആ ഒരു കാര്യം നിങ്ങളൊന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മറന്നു പോകില്ല. ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഒട്ടും മറക്കില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇന്നും ഏതെങ്കിലും കാര്യങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റേതായ നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ നോട്ട്സ് ആയിരിക്കും ഞാൻ റീഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് അവിടെ ഹാൻഡ് മൂവ്മെന്റ് വരുന്നുണ്ട്, ഞാനത് റീഡ് ചെയ്യുന്നു, ഞാനത് പറയുന്നുണ്ട്, പിന്നെ ഹാൻഡ് മൂവ്മെന്റ് വരുന്നുണ്ട്. സോ പോസിബിൾ ആണ്, മൂവ്മെന്റ്സിലൂടെ മാത്രമേ നമുക്ക് ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സംഭവിക്കുള്ളൂ. കോൺസെൻട്രേഷൻ കൂടാനും മൂവ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യും. എനിക്ക് കുറെ നേരമായിട്ട് പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എഴുതി നോക്കും. എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോൺസെൻട്രേഷൻ പോകില്ല. അവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പഠിക്കുന്ന കാര്യത്തിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കും. വായിച്ച് പഠിക്കുകയാണെങ്കിൽ കുറെ നേരം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും അല്ലെ. ബോറടിച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ ലെവൽ അവിടെ തന്നെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് ആണ്. മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ്.
Freedom of the movements grant the child the convenience to observe and explore the prepared environment. മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രത്യേകതയാണ് നമ്മുടെ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഏത് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണമെന്നും എങ്ങനെ അത് വർക്ക് ചെയ്യണമെന്നും അതേപോലെ അവർക്ക് എങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നില്ലേ മോണ്ടിസോറി എൻവയോൺമെന്റിൽ. About constantly, the Montessori child activities use and refine her sense as absorb the world around them. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികള് അവരുടെ ചുറ്റുപാട് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, അബ്സോർവ് ചെയ്യും. ഓരോ കാര്യങ്ങളും അവരുടെ ചുറ്റുമുള്ള അവരുടെ എൻവയോൺമെന്റ് അവരെ എക്സ്പ്ലോർ ചെയ്യും. പക്ഷെ നമ്മൾ നോക്കുകയാണ് ട്രഡീഷണൽ എൻവയോൺമെന്റില് അല്ലെങ്കിൽ ട്രഡീഷണൽ ക്ലാസ് റൂമിലെ കുട്ടികളാണെങ്കിൽ ജനറലി അവരെന്ത് ചെയ്യും, ആ ടെസ്റ്റിൽ തന്നെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, തളക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും അവർക്ക് എന്താണ് പെർമിഷൻ വാങ്ങിക്കുന്ന ടീച്ചറിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ പെർമിഷൻ വാങ്ങിക്കണം. അവര് ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ലിസൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവര് പാസിംഗ് ലേണേഴ്സ് ആണ്. ടീച്ചർ എന്ത് പറയുന്നു അത് മാത്രം ലേൺ ചെയ്യുന്ന കുട്ടികളാണ്. അവരുടെ മൂവ്മെന്റ്സ് അവർ റെസ്ട്രിക്റ്റഡ് അല്ലേ, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ, ക്ലാസ്സിൽ നിന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും പെർമിഷൻ വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ ഹാൻഡ് എന്ത് ചെയ്യണം, ഹാൻഡ് ഉയർത്തിയിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും. അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കുറവാണ് അല്ലേ. അതിലിപ്പോ CBSE സ്കൂളുകളിലേക്ക് എല്ലാ സ്കൂളുകളും അല്ലാത്ത ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളുകളുണ്ട്, അല്ലാത്ത സ്കൂളുകളുണ്ട്. എന്റെ പരിചയത്തില് സ്കൂള് കുട്ടികളുടെ ഒരു ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പഠിക്ക് ഫുൾ ടൈം സ്റ്റഡി. എന്നാലൊരു അവറെങ്കിലും വീക്കിലി അല്ലെങ്കിൽ എന്താ പറയാ ഡെയിലി അവർ, ചെറിയ കുട്ടികളുടെ കേസ് അവരെങ്കിലും നമ്മള് ഇപ്പൊ ഫസ്റ്റ് മുതൽ ഫോർത്ത് വരെയുള്ള കുട്ടികളുടെ കേസാണ് പറയുന്നത്. അവർക്ക് അവരെങ്കിലും ഫ്രീ ടൈം കൊടുക്കുന്നത് നല്ലതാണ്. പ്ലേ ടൈം അല്ലെങ്കിൽ PT അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളിൽ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ആൻഡ് കോർഡിനേഷനും മെന്റൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തായാലും നമുക്ക് പ്ലേ ടൈം ഉണ്ടാവും. ആ ടൈമിലായിരിക്കും മാത്സ് ടീച്ചർ കയറി വരുന്നത് അല്ലെ. നമുക്ക് പോർഷൻ എടുക്കാന്നൊക്കെ മാത്സ് പഠിക്കാന്ന് പറഞ്ഞാൽ വരാത്ത ദേഷ്യം ഉണ്ടാവില്ല അല്ലെ. എനിക്കൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2.5 2:30 ആവുമ്പോഴാണ് ക്ലാസ് ബെല്ലടിക്കുന്നത്. ഫ്രൈഡേ കുറച്ച് ലോങ് ഇന്റർവെൽ ആണ്. എനിക്ക് തോന്നുന്നു മുസ്ലിം കുട്ടികൾക്ക് പ്രയറിനൊക്കെ പോകാനുള്ളതുകൊണ്ടാണ് ലോങ് ഇന്റർവെൽ വരുന്നത്. അപ്പൊ ഈ ഫ്രൈഡേ കഴിഞ്ഞ് ലാസ്റ്റ് 2 അവർ PT ആണ്. ഈ PT അവർ ആവാൻ വേണ്ടി ആ വീക്ക് ഫുള്ള് ഞങ്ങൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. കാരണം PTക്ക് പോയി കഴിഞ്ഞാൽ വലിയ ഗ്രൗണ്ടാണ്, വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ പോയി പ്ലേ ഒക്കെ ചെയ്യാം, കുറെ സംസാരിക്കാം. ആ ഒരു ടൈമിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴായിരിക്കും മാത്സ് ടീച്ചർ കയറി വരുന്നത്. ഉള്ള എക്സ്പെക്ടേഷൻ ഒക്കെ പോകും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഫിസിക്കൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യം അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് എന്ത് വേണം, ഫിസിക്കൽ മൂവ്മെന്റ്സും കൂടി വേണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഫങ്ഷനിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഫിസിക്കൽ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് ഫിസിക്കൽ മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സൈക്കിക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഡിപ്രഷനും കാര്യങ്ങളും സൈക്കിക് ആയിരിക്കും. മെന്റലി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സൈക്കിക് ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. അപ്പൊ ആക്ഷൻസ് വളരെയധികം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പിരിച്വൽ എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചൈൽഡ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ എനർജി എന്ത് ചെയ്തു പോകും, നഷ്ടപ്പെട്ടു പോകും. ഇത് കൂടുതലായിട്ട് നമ്മൾ പിന്നീടാകുമ്പോൾ അവരുടെ മൂവ്മെന്റ്സിന് റെസ്ട്രിക്ഷൻ വരുന്നു, അവരൊരു കാര്യം ഇൻട്രസ്റ്റോടെ ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ കുറച്ച് പ്രോബ്ലത്തിലേക്ക് അവർ പോകും. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ കാണുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ്സിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് അവരുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളുടെ മൂവ്മെന്റ്സിന് ഒരു കാരണവശാലും റെസ്ട്രിക്ട് ചെയ്യരുത്. അവർക്ക് എന്ത് വർക്കാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത്, അവർക്ക് എങ്ങനെ മൂവ് ചെയ്യാനാണ് ഇഷ്ടം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾ ഫ്രീഡം നമ്മൾ അവർക്ക് കൊടുക്കണം. മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടീനെ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഡിസിപ്ലിൻഡ് ആക്കുന്നത് അവർ ഫ്രീഡം കൊടുക്കുമ്പോഴാണ്. ഓക്കെ, ഫ്രീഡം
നമ്മൾ കൈകളിലേക്ക് മാറുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആ കുട്ടിയുടെ കയ്യിലേക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ ആ ഫ്രീഡം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അവരിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും അക്വയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കാണുന്നതാണ് കുട്ടികൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്വയമേ ഓരോ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരിൽ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ സെൽഫ് കൺട്രോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ അവർ ട്രൂലി എങ്ങനെയാണ് ഫ്രീ ആണ്, അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. അവരുടെ എൻവയോൺമെന്റിൽ അവർക്ക് ഫുൾ ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികളിൽ ഈ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നമ്മള് ഇമ്പോർട്ടൻസ് ഓഫ് മൂമെന്റ്സ് ആണ്. അല്ലെങ്കിൽ ഒരാള് ഈ സ്പിരിറ്റ് വരുന്ന വായിക്കോ? ഇവിടെ ഉണ്ടോ? അതിൽ വായിക്കോ? ഈ ഒരു പാരഗ്രാഫ് ആണോ മാം? ആടാ, ഈ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ് ഗ്രാൻഡ് മുതൽ സ്പിരിറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ വരും. Importance of movement. Freedom of movement grants the child the convenience to observe and explore the prepared environment. Consequently, the Montessori child activity uses and refines her senses as she absorbs the world around. While the child in the traditional classroom is generally confined to her desk, left almost exclusively to listen, the child in a Montessori classroom is an active rather than a passive learner who makes good use of all his field while openly moving about the prepared environment. Moreover, movement is connected to divine development. Physical activity nurtures the whole being, including the spirit. അവിടെ വരെ വായിക്കണ്ടേ? ആണ് വരേണ്ട. അപ്പോ നമ്മള് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ് നമ്മൾ ഗ്രാന്റ് ചെയ്യണം. അവരുടെ എൻവയോൺമെന്റ്, അവരുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആവട്ടെ, അവരുടെ സറൗണ്ടിങ്സ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ ഗ്രാന്റ് ചെയ്യണം. കോൺസ്റ്റന്റ്ലി നമ്മൾ മോണ്ടിസോറി ചിൽഡ്രൻസ് കൂടുതലായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, അവരുടെ വേൾഡ് അറൗണ്ട് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ കമ്പയർ ടു ട്രഡീഷണൽ ക്ലാസ് റൂം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. ഇവിടെ എന്താണ്, നമ്മളെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികള് ആക്റ്റീവ് ലേണേഴ്സ് ആണ് rather than the passive learners. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ കാര്യങ്ങൾ മാത്രം അവർ എക്സ്പ്ലോർ ചെയ്യുന്നു. പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്. Who make good use of all field while openly moving about the prepared environment. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് അവർക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് മൂവ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. മൂവ്മെന്റ്സ് ശരിക്കും പറഞ്ഞ ഡെവലപ്മെന്റ് ആയിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഫിസിക്കൽ മൂവ്മെന്റ്സ്, സ്പിരിറ്റ്, നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ മെന്റൽ എനർജി ആയിട്ട് ക്ലോസ്ലി എങ്ങനെ ഇന്റർ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നത്? മോണ്ടിസോറി മുതൽ Montessori accepted if muscles which should normally be functioning are dull, there is not only a physical but a psychic depression as well. This is why action can have an influence also upon one's spiritual energies. Without activity, a child's energy supply is spent, causing learning to be a more difficult task. It would be if there was any freedom to move. Dr. Montessori emphasized in ACT, it is by movement that the personality can express itself. Freedom of movement clearly relates to general. Montessori believed that a child who is in control of himself, prepared to make analytical choices and resist fleeting, illogical temptations is free. Therefore, freedom goes hand in hand with responsibility and self-discipline. Within the prepared environment, the child is allowed to develop his focus, become self-disciplined, and
act with responsibility, he is by that able to become truly free. Full വായിക്കണം മിസ്. അതെ, ട്രൂലി ഫ്രീ മതി. മോണ്ടിസോറി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മസിൽസിന്റെ ഫങ്ഷനിങ്ങോ നമ്മളുടെ മൂവ്മെന്റ്സ് നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് നമ്മൾ ക്ലോസ് കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓക്കെ അല്ലാത്തവർക്ക് സൈക്കിക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും എൻഗേജ് ചെയ്യാതെ മാറി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് കോമൺലി നമ്മൾ സൈക്കിക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെന്റ്സ് നമ്മുടെ സ്പിരിച്വൽ എനർജി നമ്മൾ ക്ലോസ്ലി കണക്റ്റഡ് ഉണ്ട്. നമ്മൾ വിത്തൗട്ട് ആക്ടിവിറ്റി വിത്തൗട്ട് മൂവ്മെന്റ്സ് ചൈൽഡ് എനർജി സപ്ലൈസ് ഡ്രെയിൻഡ്, ആ കുട്ടിയുടെ എനർജി സപ്ലൈ കുറയും. പിന്നെ അവര് മടി, ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ടാസ്ക് ചെയ്യാനായിട്ട് അത് ഭയങ്കര മടിയായിരിക്കും. അവര് ഒരു കാര്യം ചെയ്യാൻ പോലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവരുടെ മൂവ്മെന്റ്സ് അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അനങ്ങാൻ പറ്റാത്ത പോലെ അവരാ ഒരു ചെയറിലാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു പ്രശ്നമാണ് പണ്ടത്തെ പോലെയല്ല കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാൻ താല്പര്യമില്ല. എല്ലാ കുട്ടികൾക്കല്ല, ചില കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാൻ താല്പര്യമില്ല. അവർ ഏത് സമയവും മൊബൈൽ ഫോണിലാണ്, അല്ലെങ്കിൽ അവര് ചെയ്യുന്ന ഗെയിം കളിക്കുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ മൂവ്മെന്റ്സ് ആ ഒരു ടൈം പീരീഡിലേക്കാണെങ്കിൽ പോലും 20 years ആണെങ്കിൽ പോലും അവിടെ റെസ്ട്രിക്ഷൻ സംഭവിച്ചു. അപ്പൊ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവർക്ക് ആ മൂവ്മെന്റ്സ് അവിടെ സംഭവിച്ചപ്പോ പിന്നെ കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാനോ അതിനുള്ള എനർജിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ, അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ മൂവ്മെന്റ്സും നമ്മുടെ ഡെവലപ്മെന്റ് തമ്മിൽ വളരെ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. Dr. Montessori emphasized the fact moments that the personality can express itself. ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് ഒരു കുട്ടിയുടെ ആക്ച്വൽ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ ഫ്രീഡം എന്തിനു കൊടുക്കണം, മൂവ്മെന്റ്സിന് ഫ്രീഡം നല്ല രീതിയിൽ കൊടുക്കണം. നമ്മള് കുട്ടികളിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, മൂവ്മെന്റ്സ് വേണം. അപ്പൊ അവർക്ക് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഫ്രീഡത്തിൽ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല. സോ നമ്മൾ ഫ്രീഡം ഗോസ് ഇൻ ഹാൻഡ് ഇൻ ഹാൻഡ്. കുട്ടികളുടെ കയ്യിലേക്ക് തന്നെ നമ്മൾ ഫ്രീഡം കൊടുക്കണം. അവരുടെ ചുറ്റുപാട് എക്സ്പ്ലോർ ചെയ്യാനും വർക്ക് ചെയ്യാനും ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അതിലൂടെ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി കിട്ടാം. നമ്മൾ ആ ഒരു ഉത്തരവാദിത്തം കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവർ സെൽഫ് ഡിസിപ്ലിൻ ആകുള്ളൂ. അല്ലാതെ അവര് അനുസരണ ഇല്ലാത്ത കുട്ടികളല്ല, നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് തന്നെ വരുന്നത്. നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും, ഓരോ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ അതിനെ കമ്പൽ ചെയ്യുന്നതിന് വരില്ല. അവർക്ക് ഇഷ്ടമുള്ള വർക്ക് സെലക്ട് ചെയ്ത് അവർ ഓട്ടോമാറ്റിക്കലി അവർ വർക്ക് ചെയ്യേണ്ടത് തുടങ്ങും. The child is allowed to develop its focus and become self-disciplined. അപ്പൊ കുട്ടികൾ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുന്നു. വിത്ത് റെസ്പോൺസിബിലിറ്റി, നല്ല റെസ്പോൺസിബിലിറ്റിയിലൂടെ തന്നെ അവര് എന്ത് ചെയ്യും, ഓരോ വർക്കും അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും സംഭവിക്കും. He is by that able to become truly free. അതിലൂടെ മാത്രമാണ് ഒരു കുട്ടിക്ക് ട്രൂലി ഫ്രീ ആകാനായിട്ട് പറ്റുന്നത്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ മൂവ്മെന്റ്സ് ലീഡ്സ് ടു മസിൽ ഇംപ്രൂവ്മെന്റ്. ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് നമുക്ക് മസിൽ ഇംപ്രൂവ്മെന്റ് പോസിബിൾ ആകുന്നത്. സ്റ്റിമുലേറ്റ്സ് ദ മൈൻഡ് ഫീലിംഗ്, നമ്മുടെ മനസ്സ് ഫീലിംഗ്സ് ഡെവലപ്സ് ഇൻഡിപെൻഡൻസ്, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്. ത്രൂ ബാലൻസ്, കോർഡിനേഷൻ, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ലീഡ്സ് ടു നോർമലൈസേഷൻ. അപ്പോ ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് നമുക്ക് നോർമലൈസേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് കോൺസെൻട്രേഷൻ, ഇൻഡിപെൻഡൻസ്, കോൺഫിഡൻസ്, ബാലൻസ്, കോർഡിനേഷൻ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇങ്ങനെ കോർഡിനേഷൻ കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു നോർമലൈസേഷനിലേക്ക് ഒരു വ്യക്തി വരുന്നത്. സോ നമ്മൾ കണ്ടത് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമായിരിക്കും ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവാം. നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം ടോട്ടലി റിസൾട്ട് ഇൻ എ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. അപ്പൊ ത്രൂ മൂവ്മെന്റ്സിലൂടെ നമുക്ക് പോസിബിൾ ആകുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള മനസ്സുമായിരിക്കും. അപ്പൊ മൂവ്മെന്റ്സ് വളരെയധികം നമ്മുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് ആയിട്ട് സ്പിരിച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ നോർമലൈസേഷൻ പ്രോസസ്സിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോർമലൈസേഷൻ ഇസ് പോസിബിൾ വിത്ത് മൂവ്മെന്റ്സ്.
മൂവ്മെന്റ്സ് ഇല്ലാതെ ഒരു കാരണവശാലും നോർമലൈസേഷൻ സംഭവിക്കില്ല. സോ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് നമുക്ക് നോർമലൈസേഷൻ സംഭവിക്കുന്നത്. നമ്മളവിടെ ആക്ടിവിറ്റി, വർക്ക് എന്നൊക്കെയാ പറഞ്ഞത് അല്ലെ. നോർമലൈസേഷൻ സമയത്ത് ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുന്നതിലൂടെ, ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെയാണ് നോർമലൈസേഷൻ സംഭവിക്കുന്നത്. ഈ വർക്ക് ചെയ്യാനും ആക്ടിവിറ്റീസ് ചെയ്യാനും നമ്മുടെ മൂവ്മെന്റ്സ് ആണ് വളരെയധികം ഇമ്പോർട്ടന്റ്. ഒരു കാര്യം ചെയ്യാനും വർക്ക് ചെയ്യാനും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒക്കെ എന്ത് ഇമ്പോർട്ടന്റ് ആണ്? മൂവ്മെന്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് റീഡ് ചെയ്യുന്നത് ഫുൾ ആയിട്ടും ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ്. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഇനി സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്. ഈ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് മൈൻഡിലാണ് കേട്ടോ. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ്. ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബോഡിയാണ്. ഓക്കെ, ബോഡി. എന്താണ് സ്പിരിറ്റ്, എന്താണ് ഫ്ലഷ് എന്ന് മനസ്സിലായോ? ഓക്കെ, സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സും നമ്മുടെ ശരീരവും. നമുക്ക് മൂവ്മെന്റ്സ് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡ്, നമ്മുടെ ബോഡി ഒക്കെ തന്നെ ആയിരിക്കണം, ഒറ്റ ഒരു പ്ലേസിൽ തന്നെ ആയിരിക്കണം. നമ്മൾ നോർമലൈസേഷൻ എന്നുള്ള ചാപ്റ്റർ എടുത്തപ്പോ പറഞ്ഞില്ലേ, ഒരിക്കലും എന്ത് തമ്മിൽ ഡിവോഴ്സ് ആവാൻ പാടില്ല. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിവോഴ്സ് ആവാനായിട്ട് പാടില്ല. നല്ലത് ഓർമ്മയുള്ളത്. The mind and body should never become divorced.
ഓർമ്മയുണ്ടോ? അപ്പോ നമ്മളൊരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. According to Montessori, in a growing child, there are two important streams of the body. രണ്ട് important streams ആണ് ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ചുള്ളത്. എക്സ്പെഷ്യലി ദ മസ്കുലാർ എനർജി. ഫസ്റ്റ് വൺ ഈസ് മസ്കുലാർ എനർജി, അതാണ് നമ്മുടെ ബോഡി ഉദ്ദേശിക്കുന്നത്. ദ സെക്കൻഡ് ഈസ് മെന്റൽ എനർജി. ഇന്റലിജൻസ്, വലിയ കാര്യങ്ങളൊക്കെയാണ് മെന്റൽ എനർജിയിൽ വരുന്നത്. These two aspects of the personality, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് എന്ത്? മൈൻഡ് ആൻഡ് ബോഡി. The mind and body should never become divorced. ഒരു കാരണവശാലും അവരുടെ മനസ്സും ശരീരവും ഡിവോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. Instead, they should be working unison. അതിന് പകരം അത് എങ്ങനെ വർക്ക് ചെയ്യണം? രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതായിട്ടുണ്ട്. അതർവൈസ് ദ ചൈൽഡ് വിൽ ബി ഡിലേഡ്. മനസ്സും ശരീരവും ഒരുമിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഡീവിയേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. നേരത്തെ വായിച്ച പാരഗ്രാഫ് നോർമലൈസേഷനിൽ എന്താ? നോർമലൈസേഷൻ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പാരഗ്രാഫാണ് ഞാനിപ്പോ റീഡ് ചെയ്തത്. According to Montessori, Montessori പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ during infant stage, our infant stage, the child wants to do many things. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, തലകുത്തി പറയണതും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവൻ അതിനുള്ള പവർ ഉണ്ടാവില്ല. ബട്ട് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ഡു ഇറ്റ്. അവരത് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ലൈക്ക് the spirit is willing but the flesh, the body is weak. ഒരു സ്പിരിറ്റ്, അവിടെ എന്താ പറയാ, മൈൻഡ് അത് ചെയ്യുന്നത് ആഗ്രഹമുണ്ട്, പക്ഷെ അവന്റെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല. The flesh stands for almost absolutely complicity of voluntary muscles with which can be absorbed. ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മസിൽസ് ആണ്, നമ്മുടെ ബോഡിനെയാണ് ഇവിടെ ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. They are materials out of which the child will have to create his instruments. അപ്പൊ ഫ്ലഷ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണല്ലോ. അപ്പൊ ബോഡി എന്ന് പറയുന്നതാണ് അവരെ സംബന്ധിച്ച് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്. അവർ വർക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ശരീരം. ഹാൻഡ് മൂവ്മെന്റ്സ്, കാര്യങ്ങൾ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിലൂടെയാണ് പോസിബിൾ ആകുന്നത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഈ കോർഡിനേഷനും കൺട്രോളൊക്കെ പോസിബിൾ ആണോ? ഉണ്ടോ കുട്ടിക്ക്? ഇല്ല. കാരണം എന്താണ്? അവന്റെ നെർവസ് സിസ്റ്റം അത്രയും ഡെവലപ്ഡ് അല്ല ജനിക്കുമ്പോൾ. പിന്നീടാണ് അവന് എന്താ പറയാ, ഹെറിഡിറ്ററി ആയിട്ട് കൈമാറി കിട്ടിയിരിക്കുന്ന ഫാക്ടറും അവന്റെ സറൗണ്ടിങ്സ്, അവന്റെ ചുറ്റുപാടുന്നുള്ള അവൻ അബ്സോർബ് ചെയ്ത കാര്യങ്ങളും കൂടിയാണ് അവന്റെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ അവന്റെ ഫുൾ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. The child at birth lack of coordination because the development of his nervous system is insufficient. അപ്പോൾ ചൈൽഡ് ജനിക്കുമ്പോൾ ഒരു കോർഡിനേഷൻ കാര്യങ്ങൾ കുറവാണ്. നെർവസ് സിസ്റ്റം ഇൻസഫിഷ്യന്റ് ആണ്, ഡെവലപ്മെന്റ് സംഭവിച്ചില്ല. He required practice to his nervous system. അതായത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വർക്ക് ചെയ്യാനായിട്ട് അവൻ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. It is the psychic development which create movements. ഇങ്ങനെയുള്ള സൈക്കിക് ഡെവലപ്മെന്റിലൂടെയാണ് കുട്ടികളുടെ മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവന്റെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിലൂടെ മാത്രമാണ് മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ഇൻഫന്റ് സ്റ്റേജിൽ അവർക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവന്റെ ബോഡി വീക്ക് ആയിരിക്കും. സോ അവൻ ട്രെയിൻ ചെയ്യിക്കണം, അവന് ഓരോ കാര്യങ്ങളും അവൻ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്ത് അവന്റെ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവന് ബാക്കിയുള്ള മൂവ്മെന്റ്സ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒക്കെ പോസിബിൾ ആകുന്നത്. അപ്പൊ ഒരിക്കലും നമ്മുടെ സ്പിരിറ്റും നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡി നമ്മുടെ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. നമുക്ക് മൂവ്മെന്റ്സ് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ മനസ്സും ശരീരവും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ആവണം. സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ബോഡി കൊണ്ട് ഇവിടെ ആണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിൽ ചിന്തിച്ചിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ അടുത്തില്ല. സോ മൈൻഡും ബോഡി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താണ് മൂവ്മെന്റ്സ് പോസിബിൾ ആകുള്ളൂ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെറിയൊരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യുന്ന വർക്ക് തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിലേക്കെങ്കിലും നമ്മുടെ ശ്രദ്ധ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻ സംഭവിക്കും, ഇല്ലേ? 5 സെക്കൻഡ് മതി
ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കോൾ വരാന്ന് വിചാരിക്കും, അഡ്മിനിസ്ട്രേഷനിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും കോൾ എന്റെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ട്രാക്ഷൻ, എനിക്ക് എന്തായാലും സംഭവിക്കുന്നത് ക്ലാസ്സിന്റെ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. അയ്യോ എന്തായിരിക്കും അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ടെൻഷനും വരും. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പൊ നമുക്ക് മൈൻഡും മനസ്സും ശരീരവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 100% കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ 100% നമ്മുടെ മനസ്സ് ശരീരവും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പോസിബിൾ ആകുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. വായിക്കോ? ഓക്കെ, ഇനി മൂവ്മെന്റ്സ് മെന്റൽ അസിമിലേഷനുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അസിമിലേഷന് മറ്റുള്ള വേർഡ്സ് ആണ് അബ്സോർപ്ഷൻ, അഡാപ്റ്റേഷൻ. അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. അപ്പൊ മൂവ്മെന്റ്സും മെന്റൽ അബ്സോർപ്ഷൻ തമ്മിൽ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. The child create through movements. മെന്റൽ അസിമിലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അബ്സോർബ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യുന്നത് ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ്. ഹിസ് ആക്ച്വൽ ലേണിംഗ് ഇൻവോൾവ്സ് മൂവ്മെന്റ്സ്. ഒരു കുട്ടി ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ്. The child also improve his mental power by searching out sensation and movements. ഓരോ കാര്യങ്ങളും അവർ ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെന്റൽ പവർ ഇംപ്രൂവ് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ സെൻസേഷനിലൂടെയും അവർ ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നതിലൂടെയും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയും മൂവ്മെന്റ്സിലൂടെയുമാണ് കുട്ടികളിൽ ഈ ഒരു മെന്റൽ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അസിമിലേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എഴുതിയ ചാപ്റ്റർ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യമൊക്കെ വലിയ പാരഗ്രാഫ് ഒക്കെ ആണെങ്കിലും സിമ്പിൾ ആണ് ചാപ്റ്റർ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. മൂവ്മെന്റ്സും എന്താണ് നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് തമ്മിൽ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. അപ്പം ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൂവ്മെന്റ്സ് ചെയ്യണം. ടു മൂവ്മെന്റ്സിലൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ, ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ, എക്സസൈസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് പോസിബിൾ ആകുന്നത്? ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നത്. ഓക്കെ, പിന്നെ മൈൻഡും ബോഡി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് മെന്റൽ അസിമിലേഷൻ സംഭവിക്കുന്നത്. ഈ മൂവ്മെന്റ്സും ഡിസ്കവറിയുമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞുതരാം. മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറിയില് മൂവ്മെന്റ്സ് ആൻഡ് കോൺസെൻട്രേഷൻ. മൂവ്മെന്റ്സിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് പഠിക്കുന്ന സമയത്ത് നോർമലി ചെറുപ്പം മുതലേ തന്നെയാണ് പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ പോവുകയാണെങ്കിൽ ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും. സോ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൂവ്മെന്റ്സ്, റെപ്പിറ്റേഷൻ, ഡിസ്കവറി. നമ്മളൊരു വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് അക്കൗണ്ട്സ് ആണ്, കൊമേഴ്സ് ആണ്, കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഞാൻ പഠിച്ചത് അക്കൗണ്ട്സ് ഞാൻ ചെയ്ത് നോക്കും. സാധാരണ കുട്ടികൾ ഇപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഒരു പ്രോബ്ലം ചെയ്യുന്നെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് റിപ്പീറ്റ്ലി ആ പ്രോബ്ലംസും കാര്യങ്ങളും ചെയ്യും. സോ കമ്പയർ ടു മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നത് സ്പീഡ് കൂടുതലാണ്, പ്രോബ്ലം ചെയ്യാനായിട്ട് സ്പീഡ് കൂടുതലാണ്. എന്ന് വെച്ചാല് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു സ്പീഡ് കാര്യങ്ങൾ കിട്ടുന്നത്. വെറുതെ ഉണ്ടോ? അന്നൊക്കെ ഞാൻ ഭയങ്കര വാശിയൊക്കെ പിടിച്ച് സ്പീഡിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ കോമ്പറ്റീഷൻ ഒന്നുമില്ല, അതൊക്കെ കിട്ടും. പിന്നെ സഡൻ ഇലൂമിനേഷൻ, നമുക്കൊരു പ്രകാശം നമ്മുടെ മൂവ്മെന്റ്സിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇലൂമിനേഷൻ,
പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓരോ മെറ്റീരിയൽസിലൂടെയും നമ്മൾ ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ, അങ്ങനെയല്ല, ഓരോ മെറ്റീരിയൽസിലൂടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഡിസ്കവറീസിന് മെയിൻ ആയിട്ടുള്ള ഒരു ഗേറ്റ് വേ തന്നെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസ്. നമുക്ക് മെറ്റീരിയൽസിലൂടെ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ മൂവ്മെന്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് ടെൻഡൻസി എടുക്കണോ അല്ലെങ്കിൽ അക്ഷരീൻസ് എടുത്തില്ലെങ്കിൽ ടെൻഡൻസി ഞാൻ എടുത്തോളാം കേട്ടോ. ഇപ്പൊ അക്ഷരീൻസ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിൽ ഏത് ചാപ്റ്ററാണ് എടുക്കുന്നതെന്ന് അറിയാമോ? അറിയോ? ഓഫീസ് മാനേജ്മെന്റ്. ഓഫീസ് മാനേജ്മെന്റ്. സോ ഞാൻ ഇവിടെ ഗുഡ് മാനേഴ്സ്, സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, മാൻ ആൻഡ് എൻവയോൺമെന്റ്, ഡെവലപ്മെന്റ് പ്രൊഫൈലും ഓക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ചാപ്റ്ററാണ്. നോക്കട്ടെ, ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ട് ഞാൻ മൂവ്മെന്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് 4 എടുക്കാം കേട്ടോ. ഓഫീസ് മാനേജ്മെന്റ് എല്ലാം എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് ആണ്. അതെ അതെ, ആ ചാപ്റ്റർ ആണല്ലേ? കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. അത് ബാക്കിയുള്ള പോർഷൻസ് ഞാൻ എടുത്തോളാം. ഗുഡ് മാനേഴ്സ്, സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, മാൻ ആൻഡ് എൻവയോൺമെന്റ്, ആ 3 യൂണിറ്റ് ഞാൻ എടുക്കാം. ഓക്കെ, മൂവ്മെന്റ്സ് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പഠിച്ചത് തുടങ്ങിയോ? റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആയോ? ഓക്കെ, വർക്കൊക്കെ കംപ്ലീറ്റ് ആണോ? വർക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണോ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ താങ്ക് യു ഓൾ. ക്ലാസ് വൈകിട്ടെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൂവ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. താങ്ക് യു. Thank you, ma'am, for today's class. It was very informative and helpful. With gratitude to everyone, I am signing out now. See you in the next class. Thank you all. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.